ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഈ ഈശോ ഇന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ട് നിന്നെ അങ്ങോട്ട് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നീ ഈശോനെ സ്നേഹിക്കുന്നുണ്ടെന്നറിയാം. ഇനി കൂടുതൽ ഈശോയെ സ്നേഹിക്കുവാനായിട്ട് നിനക്ക് സാധിക്കട്ടെ. ലൂക്കയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായം എന്ന് പറയുക ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ കാതലാണ്. സുവിശേഷങ്ങളുടെ സുവിശേഷം എന്നറിയപ്പെടുക. 3 ഉപമകളെക്കുറിച്ച് പറയുക: കാണാതെ പോയ ആട്, നാണയം, ധൂർത്തപുത്രൻ. ഈ ധൂർത്തപുത്രൻ തിരിച്ചു വന്നപ്പോൾ എങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് നമുക്കറിയാം. എല്ലാം മറന്നിട്ട് വലിയൊരു ആഘോഷത്തിന് തുടക്കം കുറിച്ച പിതാവ്. എന്നാലും മൂത്ത സഹോദരന് ഇച്ചിരി അമർഷമൊക്കെ തോന്നി. അവനോട് പിതാവ് പറയുന്ന ഒരു വാക്യം ഇപ്രകാരമാണ്. അത് 15-ാമത്തെ അധ്യായത്തിൽ 31-ാമത്തെ വാക്യം. അപ്പോൾ പിതാവ് പറഞ്ഞു, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെയുണ്ടല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. അവൻ പിതാവിൻ്റെ കൂടെ ആയിരുന്നിട്ടും 2 കാര്യം അവന് മനസ്സിലാക്കിയില്ല. 2 കാര്യം അവന് പറഞ്ഞു കൊടുക്കുകയാണ്. നീ എപ്പോഴും എന്നോട് കൂടെയാണ്, നിനക്ക് നഷ്ടങ്ങൾ വന്നിട്ടില്ല, എൻ്റെ പ്രസൻസ് നഷ്ടപ്പെട്ടിട്ടില്ല, നീ സന്തോഷിക്കുക, നീ തിരിച്ചറിയണം. പിന്നെ പറയാണ്, എനിക്കുള്ളതെല്ലാം നിൻ്റേതാ. നീ നിൻ്റേതായിട്ട് കുറച്ച് വേണം ചിന്തിക്കേണ്ട, എല്ലാം നിൻ്റേതാ. പ്രിയ സഹോദര സഹോദരി, ഈ 2 കാര്യങ്ങൾ ദൈവത്തോട് ചേർത്ത് നിനക്കൊന്ന് ചിന്തിക്കാവോ? ഞാൻ എപ്പോഴും നിന്നോട് കൂടെയാണ്. ദൈവം നിന്നോട് പറയുക, മോനെ മോളെ, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടല്ലോ. 2ാമത് പറയുക, മോനെ മോളെ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാ. സമയം കിട്ടുമ്പോൾ ഇന്നേ ദിവസം ഒന്ന് കണ്ണുകൾ അടച്ചിട്ട് പല ആവർത്തി ദൈവത്തെ ഒന്ന് മനസ്സിൽ കണ്ടെന്ന് പറയാവോ? നീ സ്നേഹം കൊണ്ട് നിറയും. എനിക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചൊന്ന് കാര്യങ്ങൾ ചേർത്ത് പിടിക്കുക. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ മധ്യയുള്ള നിൻ്റെ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈശോയെ, നിൻ്റെ സാന്നിധ്യത്തെ ശരിക്കും മനസ്സിലാക്കുവാനായിട്ട്, നീ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ വളരുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. ഇന്നത്തെ ദിവസം നിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടു. സകലവിധ നന്മകളും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക്, ചുറ്റുപാടുകളിലേക്കെല്ലാം കടന്നു വരട്ടെ. എന്നും സന്തോഷിക്കാൻ ഈ വ്യക്തിക്ക് ഇടവരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.